നമ്മുടെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദൂരം എന്നൊക്കെ വന്നവർ ചിലപ്പോൾ ട്രെയിനായിരിക്കും ബസ്സിനായിരിക്കും എറണാകുളത്ത് എത്തുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വന്നതിന് ശേഷം പല ആവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിലോ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എറണാകുളം ടൗണിലെ തിരക്കും ഈ ബഹളത്തിൻ്റെ ഇടയിൽ കൂടി ഏറ്റവും സൗകര്യമായിട്ട് പോകാൻ പറ്റിയ 2 വീലർ തന്നെയാണ്. 2 വീലർ റെന്റിന് കിട്ടുന്ന എറണാകുളത്തൊരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം നോർത്ത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് 2 വീലർ റെന്റിൻ്റെ പരിപാടി വെക്കുന്നത്. നമ്മുടെ അത്യാവശ്യം സ്കൂട്ടി ടൈപ്പ് മുതൽ ബുള്ളറ്റ്, പിന്നെ അതുപോലെ തന്നെ പ്രീമിയം ബൈക്ക് BMW വരെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ്, അത് എടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാണ് ഈ റെന്റ് ബൈക്കിന്റെ പരിപാടികൾ എങ്ങനെയാണ് സംഭവം? എൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ സ്കൂട്ടേഴ്സ് ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു 500 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് വരും. ഓക്കെ. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ കയറുന്ന ടൈമാണല്ലോ. ഓക്കെ. അപ്പൊ അല്ലാതെ നോർമല് എടുക്കണമെങ്കിൽ നമ്മ കിലോമീറ്റർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ലിമിറ്റ് എത്ര വരും? ഒരു ബേസിക് പ്ലസ് പ്രീമിയം 3 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ബേസിക്കിൽ വന്നത് 120 കിലോമീറ്റർ. പിന്നെ അതിലും കുറവ് കസ്റ്റമറിനാണെങ്കിൽ നമ്മ ബാക്ക് എൻഡിൽ വിളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് റേറ്റും. ബേസിക് പാക്കേജ് 120 ആണ്. 120 കിലോമീറ്റർ ആണ് അതിന്റെ ലിമിറ്റ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മ അതനുസരിച്ച് നമ്മ കുറവാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് റേറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 120 കിലോമീറ്റർ വരുമ്പോ ഈ 500 രൂപ സ്റ്റാർട്ടിങ് പറഞ്ഞത്. പിന്നെ കൂട്ടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. പിന്നെ പ്ലസ്സിൽ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 180 കിലോമീറ്റർ ആവും. അതിനനുസരിച്ച് 70 അങ്ങനെ ജസ്റ്റ് പേയ്മെന്റ് അങ്ങോട്ടും കൂടും. പിന്നെ പ്രീമിയം ആണ് വന്ന വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. ഇതേപോലെ ബൈക്കിന്റെ വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വന്നത് ബൈക്കിന് 500 റുപ്പീസ് ഡെപ്പോസിറ്റ് വരും. കൂടി ഹിമാലയ BMW ഇതേപോലത്തെ ബൈക്കിന്. അല്ലാതെ ബൈക്കിനാണെങ്കിൽ 250. അത് ബേസിക്കിലാണ് 500 തന്നെ. അത് പ്ലസിലോട്ട് ആകുമ്പോൾ 250 ഡെപ്പോസിറ്റ്. അത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റീഫണ്ടബിൾ ആവും. ഓക്കെ. പിന്നെ വന്നെന്ന് വെച്ചാൽ പ്രീമിയം, അതിന്റെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നുമില്ല, അൺലിമിറ്റഡ് കിലോമീറ്റർ. അപ്പൊ റെന്റ് എത്ര വരും ഈ ഇപ്പൊ പ്രീമിയം ബൈക്ക് BMW പോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ? സ്റ്റാർട്ടിങ് ഒരു 1400 തുടങ്ങി സ്റ്റാർട്ടിങ് വരും. പിന്നെ നമ്മൾ കിലോമീറ്റർ പാക്കേജ് എടുക്കണ പോലെ. പിന്നെ വീക്കെൻഡ് അല്ലെങ്കിൽ പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ ടൈം. നിങ്ങളുടെ എന്തൊരു വെബ്സൈറ്റിന്റെ കാര്യം പറഞ്ഞു, കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് EVM Wheels എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് നമ്മുടെ. അതിൽ കയറി ഓൺലൈനായിട്ട് നമ്മുടെ ഡേറ്റും ടൈമും എല്ലാം ചൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിന് ഫുള്ള് എമൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഫുൾ എമൗണ്ടും കാര്യം അത് നമ്മ കറക്റ്റ് ടൈമും ഡേറ്റും കറക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ പിക്കപ്പും ഡ്രോപ്പും ടൈമും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും എമൗണ്ടും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഹെൽമെറ്റ് ഇവിടെ നിന്ന് കിട്ടുമോ? അങ്ങനെ അത് നമുക്ക് 2 പേരുണ്ടെങ്കിൽ 2 ഹെൽമെറ്റ് ആയിട്ട് കിട്ടാൻ വല്ല വകുപ്പുണ്ടോ? എങ്ങനെയാണ് അതിന്റെ പരിപാടി? നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ കൂടെ ഒരു ഹെൽമെറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഒരു 50 രൂപയും കൂടി പേ ചെയ്താൽ എക്സ്ട്രാ ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. EVM Wheels വഴി നമ്മൾ വണ്ടി നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിന് കിട്ടും. അതല്ല നേരിട്ട് വന്നെടുക്കുമ്പോൾ ആ സമയം അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ ഏതൊക്കെയാണോ ആ വണ്ടിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇവിടുത്തെ വണ്ടികളുള്ളത് സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ ഡിയോ ഒക്കെ ഉണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൈൻ യൂണിക്കോൺ മുതൽ മുകളിലേക്ക് ബുള്ളറ്റ് ക്ലാസിക് 350 ഡ്യൂക്ക് അതുപോലെ BMW പ്രീമിയം വണ്ടികൾ അതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വണ്ടി എടുക്കാൻ വരുമ്പോൾ ആധാർ അല്ലെങ്കിൽ ലൈസൻസ് മസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കണം. ഇൻ കേസ് നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ അത് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും. എന്നാലും നമ്മൾ ഡിജി ലോക്കർ അങ്ങനെ സംഭവങ്ങളിൽ നമ്മുടെ ID പ്രൂഫ് നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ടീം വണ്ടി റെന്റിന് എടുക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ റെന്റ് ഒന്ന് കണ്ടുനോക്കാം. ഒരു മാസത്തേക്കാണ്. ഒരു മാസത്തേക്കുള്ള റേറ്റ് ആണ്. ഒരു മാസത്തേക്കാണോ? അയ്യോ, ഒരു മാസത്തേക്കുള്ള ഒരു സ്കൂട്ടറിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ റേറ്റാണ് 8600 കാണിച്ചത്. ഇത് കിലോമീറ്റർ ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആണോ? വേറെ എവിടെയൊക്കെ ഉള്ളത്? വേറെ നമുക്ക് സൗത്തിലുണ്ട്, കാക്കനാട്, പിന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ കേരളത്തിൽ മിക്കടത്തും സ്റ്റാർട്ടായിട്ട് വരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത വണ്ടി നമ്മുടെ ട്രാവലിംഗ് കഴിയുമ്പോൾ ആലുവയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ തന്നെ? അങ്ങനെ പറ്റില്ല. ആകെ ഒരു സ്റ്റാഫാണ് ഒരു ഔട്ട്ലെറ്റിൽ വന്നത്. അപ്പൊ നമ്മ പിക്കപ്പ് എടുത്ത വണ്ടി അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടോ?
ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മ കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് അവരൊരു ഡെലിവറി ചാർജ് പറയും. അത് തരാൻ വേണ്ടി ഓക്കെ ആണെങ്കിൽ നമ്മ വണ്ടി അവിടെ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഉണ്ടായത് എറണാകുളം നോർത്ത്, അതായത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ നമ്മൾ എറണാകുളം സൗത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ചെറിയൊരു റെൻ്റ് പരിപാടി ഇവരുടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വണ്ടികളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എറണാകുളത്ത് കറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ ഇതാണ്. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ കസിൻസോ ആരെങ്കിലും എറണാകുളത്ത് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്ത് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇവരുടെ കോൺടാക്ട് നമ്പർ വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.